അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ കൂടി ചെയ്യുന്നു. പ്രശാന്ത് പത്മനാഭൻ, ഈ കോടതി ഉത്തരവ് വരുമ്പോൾ തന്നെ താങ്കൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഇതൊരു മിനിമം സെന്റൻസ് ആണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഈ പറയുന്ന രീതിയിൽ അതിന്റെ ഏറിയും കുറഞ്ഞുമുള്ള കാര്യം ഇത് പര്യാപ്തമായ ശിക്ഷാവിധിയാണോ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ? ഒരിക്കലുമല്ല. കോടതി എന്തുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞ ശിക്ഷ, ഇത്ര ക്രൂരമായിട്ടുള്ള ഒരു ഗാങ് റേപ്പ് നടത്തിയ ടീമിന്, അതിലെ പ്രധാന പ്രതി ഉൾപ്പെടെയുള്ളവർക്ക് ഏറ്റവും കുറഞ്ഞ ശിക്ഷ കൊടുക്കുന്നത് എന്ത് കാരണം കൊണ്ടാണ് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. പ്രായത്തിന്റെ കാര്യം പറയുന്നുണ്ട്, 40 വയസ്സിൽ താഴെയാണ് എല്ലാവരും എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം അതില് ശിക്ഷകൾ കൊടുക്കാൻ കാരണമാകുന്നില്ല. പിന്നെ നിർഭയ കേസിലെ സുപ്രീം കോടതിയുടെ ചില ഒബ്സർവേഷൻസ് ഇന്ന് ജഡ്ജ് റെഫർ ചെയ്തിരുന്നു. പക്ഷെ ആ കേസിലും പ്രായപൂർത്തിയാകാത്ത ഒരാളെ മാത്രമാണ് കറക്ഷണൽ ഹോമിൽ അയച്ചത്, ബാക്കിയുള്ളവരെ തൂക്കിക്കൊല്ലുകയായിരുന്നു. നമ്മൾ വധശിക്ഷയല്ല, ഇതിനകത്ത് മാക്സിമം സെന്റൻസ് എന്ന് പറയുന്നത് ലൈഫ് ഇംപ്രിസൺമെന്റ് ആണ്. ബാക്കി ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കുക എന്നുള്ളതാണ് ശിക്ഷ. അങ്ങനെ ഒരു ശിക്ഷ പറഞ്ഞിരിക്കുന്ന ഒരു നിയമത്തില് ഏറ്റവും കുറഞ്ഞ 20 വർഷം മാത്രം കൊടുക്കുന്നത്, അതിൽ തന്നെ ഇപ്പോൾ ഏകദേശം 8 വർഷത്തോളം കിടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം പുറത്തിറങ്ങുക സുനിയായിരിക്കും. പ്രശാന്ത് പത്മനാഭൻ, 6 പേരിൽ ഏറ്റവും ആദ്യം പുറത്തിറങ്ങുക സുനിയായിരിക്കും. ഈ 13 വർഷത്തോളം. അതെ, അതിനകത്ത് റിഫർമേഷൻ തിയറി ഒക്കെയാണ് ജഡ്ജി റിലേ ചെയ്യുന്നതെങ്കിൽ പോലും അതിനൊക്കെയുള്ള സ്കോപ്പ് ഉണ്ട്. കൂടുതൽ നാളെ ഇതിപ്പം വളരെ വലിയൊരു ക്രിമിനൽ മൈൻഡ് സെറ്റ് ഉള്ള ആളുകളെ പെട്ടെന്ന് സമൂഹത്തിലേക്ക് ഇറക്കി വിടുന്നത്, അതിന്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അതൊന്നും കണക്കിലെടുത്തിട്ടില്ല. പിന്നെ ഡിറ്ററൻസ് എന്ന് പറയുന്നത്, ബാക്കിയുള്ളവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വലിയ ശിക്ഷ കിട്ടുമെന്നൊരു തോന്നല്, അങ്ങനെ ഒരു മെസ്സേജ് കൂടെ കൊടുക്കേണ്ടതുണ്ട്. ഇപ്പൊ സമൂഹത്തിൽ വലിയ സെൻസേഷൻ ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ ശിക്ഷ കൂട്ടിക്കൊടുക്കുകയില്ല എന്ന് ജഡ്ജി വായിച്ചു, അതൊക്കെയാണ്. പക്ഷേ അതിനകത്ത് അപര്യാപ്തമായിട്ടുള്ള ശിക്ഷ കൊടുക്കുമ്പോഴും നിയമവ്യവസ്ഥയിൽ കൂടി ഇത്രയും നടക്കൂ എന്നുള്ള ഒരു മെസ്സേജ് കൂടിയല്ലേ പോകുന്നത്. ബാക്കിയുള്ള ക്രിമിനൽസിന് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഇതൊക്കെയാണ്, കോടതിയിൽ നിന്ന് ഇത്രയേ ഉള്ളൂ എന്ന് ആ രീതിയിൽ ചിന്തിക്കുന്നവർ പോലും ഉണ്ട്. പൾസർ സുനിയുമായിട്ടുള്ള ദീർഘമായിട്ടുള്ള അഭിമുഖത്തില് അദ്ദേഹത്തിന്റെ മൈൻഡ് സെറ്റ് വ്യക്തമാക്കുന്ന ഒരു അഭിമുഖം വന്നിരുന്നു ഒരു ഓൺലൈൻ മാഗസീനിൽ. അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ പിടിക്കുന്ന പോലെ ഉള്ളൂ എന്നാണ് ആ അഭിമുഖത്തിൽ പൾസർ സുനി പറയുന്നത്. ഈ പറയുന്ന പെൺകുട്ടിക്കെതിരെ ഉപദ്രവം, അദ്ദേഹം പറയുന്ന കൊട്ടേഷൻ പ്രകാരമുള്ള ഈ ഉപദ്രവം ഒരു കോഴിക്കുഞ്ഞിനെ പിക്ക് ചെയ്യുന്ന പോലെ ഉള്ളൂ എന്നാണ് അയാൾ. മാത്രമല്ല, ഇനിയും 1-2 കൊട്ടേഷൻ ചെയ്യാനുണ്ട്, അതുകൊണ്ട് ഞാൻ പേരെടുക്കില്ല, പേരെടുത്തു കഴിഞ്ഞാൽ വിശ്വാസ്യത പോകുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ അഡീഷണൽ എവിഡൻസ് ആയിട്ട് ഹൈക്കോടതിയുടെ സമക്ഷം കൊണ്ടുവരേണ്ടതുണ്ട്. അദ്ദേഹം പേരെടുത്തിട്ടുമുണ്ട്. പിന്നെ ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട് കോൺസ്പിറേറ്റർ, അതിനകത്തെ മെയിൻ മാസ്റ്റർ കോൺസ്പിറേറ്ററെ ശിക്ഷിച്ചിട്ടില്ല എന്നുള്ളത്. അതിന്റെ പുറത്തും അപ്പീൽ പോകുമ്പോഴും അതും ബാധിക്കപ്പെടും. ഈ സെന്റൻസ് തീർത്തും അപര്യാപ്തമായി പോയി. ഇത്രയും എഴുതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയതിനു ശേഷവും നിയമത്തിലെ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഒട്ടും പര്യാപ്തമായിട്ടില്ലെന്നുള്ളതാണ് എന്റെ. പ്രശാന്ത് പത്മനാഭൻ, നോക്കൂ, ഇത് നമുക്ക് കേട്ടുകഴിവുള്ള ഒരു കേസല്ല. രാജ്യ ചരിത്രത്തിൽ, എന്നാൽ ലോക ചരിത്രത്തിൽ തന്നെ റേപ്പ് കൊട്ടേഷൻ എന്നുള്ള ഒരു വാക്ക് നമ്മൾ കേട്ടിട്ടില്ല. ഇനി അത് കൊട്ടേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുത്ത ആരാണ്, മാസ്റ്റർ ബ്രെയിൻ ആരാണ്, ആ ദുഷ്ട തലച്ചോർ അതാരാണ് എന്നൊക്കെ ഇനി തെളിയട്ടെ. പക്ഷേ ഇത് നമുക്കറിയാവുന്ന കാര്യം, കേരളത്തിന്റെ ഒരു മുൻനിര നായിക ആരുമായിക്കോട്ടെ, ഒരു സാധു പെൺകുട്ടിയെ ഈ കേരളത്തിന്റെ ഒരു പാതിരാത്തെരുവിൽ രാത്രിയും ഈ പറയുന്നതിന് അങ്ങേയറ്റം ഹിംസാത്മകമായ രീതിയിൽ കൂട്ടബലാത്സംഗം ചെയ്യുകയും അത് ദൃശ്യങ്ങൾ പകർത്തുകയും അത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യും എന്ന് ഭയക്കുകയും ചെയ്യുന്ന ഒരു കേസ്, ആ 376D ഏറ്റവും മിനിമം ശിക്ഷ എന്നതിലേക്ക് പറയാൻ അവരുടെ പ്രായം മാത്രം പറഞ്ഞാൽ മതിയാവുമോ ശ്രീ പ്രശാന്ത്? ഒരിക്കലും മതിയാകില്ല. അത് മാത്രമല്ല, ഇമ്പാർഷ്യലായിട്ട് ജഡ്ജി വിധി പറയുമ്പോൾ ആരും അതിനെ കുറ്റപ്പെടുത്തില്ല. അതില് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി ബോധപ്പെടേണ്ട കാര്യമില്ല. ജഡ്ജി ഇന്ന് കോടതി പ്രൊസീഡിംഗ് തുടങ്ങിയപ്പോൾ ചില മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും ഒക്കെ കണ്ടംപ്ച്വസ് ആയിട്ട് പറയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അതിന്റെ ഒന്നും ആവശ്യമില്ല. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ന്യായമായിട്ടുള്ളൊരു വിധിയാൻ തോന്നുകയാണെങ്കിൽ ആരും അതിനെ ആവശ്യമില്ലാതെ ക്രിറ്റിസൈസ് ചെയ്യില്ല. ആരാണ് ജഡ്ജി എന്നുള്ളത് ആർക്കും പ്രശ്നമല്ലല്ലോ. വിധി ന്യായത്തെ മാത്രമാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. വിധിന്യായത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടും കാര്യകാരണ സഹിതവും വരികയാണെങ്കിൽ നാളെ നമുക്ക് സുരക്ഷിതത്വം ഉണ്ട്, നിയമത്തിന്റെ ഒരു പരിരക്ഷയുണ്ട്. ഇവിടെ നിയമം ലംഘിക്കുന്നവർക്ക്, ക്രൂരമായ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്നവർക്ക് ഇവിടെ ശിക്ഷയുണ്ട്, നിയമവ്യവസ്ഥ ശക്തമാണെന്നൊരു മെസ്സേജ് പോകണ്ടേ? ആ മെസ്സേജ് വന്നിട്ടില്ല ഇന്ന് കോടതിയിൽ നിന്ന്. ഒറ്റക്കാരോട് ചോദിച്ചിട്ടുണ്ട് പ്രശാന്ത് പത്മനാഭൻ, ഇത് അങ്ങയുടെ ഓർമ്മയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഇതുപോലൊരു ലൈംഗിക പീഡന കേസിലെ സർക്കാർ അഭിഭാഷകൻ, സർവൈവർക്ക് വേണ്ടി വാദിക്കുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ പുറത്തു വന്ന് എനിക്ക് ആ കോടതിയിൽ നേരിടേണ്ടി വന്നത് ബന്ധുനീറലായിരുന്നു എന്ന് പറഞ്ഞ് അങ്ങയുടെ അറിവിലുണ്ടോ ശ്രീ പ്രശാന്ത് പത്മനാഭൻ? അത് പെട്ടെന്ന് ഓർക്കാൻ അങ്ങനെ ഒരു കാര്യം ഓർക്കാൻ കഴിയുന്നില്ല. അത് മാത്രമല്ല, അത് പിന്നീട് ഈ അതിജീവിത ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ വരികയും ചെയ്തിട്ടും അതുകൂടി നമ്മൾ കണക്കിലെടുക്കണം.
ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ജുഡീഷ്യൽ ഓർഡറാണ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ. ഇനിയും ഹൈക്കോടതിയിലേക്ക് പോകാന്നുള്ള ഒരൊറ്റ വഴിയേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ ഇറലവന്റ് ആണ്. ഹൈക്കോടതിയിലേക്ക് പോകാൻ നമ്മളിത് ഡിസ്കസ് ചെയ്യും. മാധ്യമങ്ങളുടെയോ സാധാരണക്കാരുടെയോ വായ അടച്ചുമൂട്ടാൻ ആർക്കും കഴിയില്ല. അത് ന്യായമായിട്ടുള്ള വിധികളല്ലെങ്കിൽ ആ വിധിന്യായത്തെ ചോദ്യം ചെയ്യും. അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും. താങ്ക് യു ശ്രീ പ്രശാന്ത് പത്മനാഭൻ. ഇത് നേരത്തെ വിജയകുമാറും ഇപ്പോൾ പ്രശാന്ത് പത്മനാഭനൊക്കെ പറഞ്ഞതുപോലെ ഇത് ഒരു കോടതിയുടെ ഉത്തരവാണ്. കോടതി ഉത്തരവ് റിവേഴ്സ് ചെയ്യാൻ, തിരുത്താൻ മറ്റൊരു കോടതി ഉത്തരവിൽ കൂടെ കഴിയുകയുള്ളൂ. അപ്പീൽ നൽകും എന്ന കൃത്യമായ സന്ദേശം നൽകുകയാണ് അഡ്വക്കേറ്റ് അജയകുമാർ. മന്ത്രി പി രാജീവ് അതിനെപ്പറ്റി വളരെ കൃത്യമായൊന്നും പറഞ്ഞില്ലെങ്കിൽ കൂടിയും മന്ത്രി പി രാജീവ് പറഞ്ഞ് 20 വർഷം ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ പ്രോസിക്യൂഷൻ വീഴ്ചയുണ്ടെന്ന് ആരെങ്കിലും പറയുമോ എന്നാണ് പറയുന്നത്. അത് മതിയായ ശിക്ഷയല്ല എന്ന് പി സി വിഷ്ണു അടക്കമുള്ളവർ, ജബി മേത്തർ അടക്കമുള്ളവർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.